കോളേജ് വിദ്യാർത്ഥിനികൾക്കിടയിൽ ഗർഭധാരണം പ്രോത്സാഹിപ്പിച്ച് റഷ്യ. സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുകയാണ് റഷ്യ. യുക്രൈനെതിരായ യുദ്ധത്തെ തുടർന്നുണ്ടായ പലവിധ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് ജനസംഖ്യയിലെയും ജനന നിരക്കിലെയും വലിയ ഇടിവ്. 25 വർഷത്തിനിടയിൽ ഏറ്റവും കുറവ് ജനന നിരക്കാണ് നിലവിൽ റഷ്യയിലുള്ളത്. ഈ കഴിഞ്ഞ വർഷം 5,99,600 കുഞ്ഞുങ്ങളാണ് റഷ്യയിൽ ജനിച്ചത്. 2023 പിറന്നതിനേക്കാൾ 16,000 കുഞ്ഞുങ്ങളുടെ കുറവുണ്ടായി. 1999 ശേഷം ആദ്യമായാണ് ഇത്രയും വലിയ കുറവ്. കഴിഞ്ഞ ജൂണിലാണ് സ്ഥിതി രൂക്ഷമായത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു മാസത്തെ ജനന നിരക്ക് 1 ലക്ഷത്തിൽ നിന്ന് താഴേക്കിറങ്ങി. കുത്തനെ ഇടിഞ്ഞ ജനന നിരക്ക് മോസ്കോയെ ചെറുതായല്ല ആശങ്കപ്പെടുത്തിയത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ മുന്നറിയിപ്പുമായി എത്തി. ഇങ്ങനെ പോയാൽ 2100 ആകുമ്പോഴേക്കും റഷ്യയിലെ ജനസംഖ്യ 74 ദശലക്ഷമായി ചുരുങ്ങുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. 146 ദശലക്ഷത്തോളമാണ് നിലവിൽ റഷ്യയുടെ ജനസംഖ്യ എന്നതുകൂടി ഓർമ്മിക്കണം. യുക്രൈനെതിരായ യുദ്ധം 6 ലക്ഷത്തോളം റഷ്യക്കാരുടെ ജീവനെടുത്തുവെന്നാണ് കണക്ക്. 10 ലക്ഷത്തിലേറെ യുവാക്കൾ റഷ്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി. വിനാശകരമായ സാഹചര്യമെന്ന് റഷ്യ വിലയിരുത്തിയത് ദൂരവ്യാപക പ്രത്യാഘാതം മുന്നിൽ കണ്ടാണ്. ഈ വലിയ പ്രതിസന്ധി മറികടന്നേ മതിയാകൂ റഷ്യയ്ക്ക്. അതിനായി വ്ളാഡിമിർ പുടിനും മോസ്കോയും കണ്ടെത്തിയ മാർഗമാണ് കൗതുകകരം. കോളേജ് വിദ്യാർത്ഥിനികളെയും യുവതികളെയും ഗർഭധാരണത്തിന് പ്രോത്സാഹിപ്പിക്കുക. പല വിധത്തിലാണ് പ്രോത്സാഹനങ്ങൾ. യുവതികൾ ഗർഭം ധരിച്ചാൽ സാമ്പത്തിക സഹായം എന്നതാണ് പ്രധാനപ്പെട്ടത്. ജനുവരി 1 ശേഷം പ്രസവിക്കുന്ന 25 വയസ്സിൽ താഴെയുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും 1 ലക്ഷം റൂബിൾ, അതായത് ഏകദേശം 82,000 രൂപ വീതം നൽകും. പ്രാദേശിക ഭരണകൂടമാണ് ഇത് നൽകുക. ദേശീയ തലത്തിൽ ലഭിക്കുന്ന പ്രസവാനുകൂല്യങ്ങളും സർക്കാർ വർദ്ധിപ്പിച്ചു. ആദ്യമായി പ്രസവിക്കുന്ന അമ്മമാർക്ക് ഏകദേശം 5.5 ലക്ഷം രൂപ ലഭിക്കുമ്പോൾ രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ 7 ലക്ഷത്തിലേറെ രൂപയാണെന്നതാണ് ആനുകൂല്യം. സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കപ്പുറം ജനസംഖ്യാ പെരുപ്പം പ്രോത്സാഹിപ്പിക്കാൻ നിരവധി പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഗർഭചിത്രം തടയുന്നതാണ് അതിൽ പ്രധാനം. ടെലിവിഷൻ ഷോകളിൽ വരെ കാണാം മാറ്റങ്ങൾ. ടീനേജിലെ ഗർഭധാരണങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന ടെലിവിഷൻ പരിപാടി ഇപ്പോൾ 16-ാം വയസ്സിലെ മാതൃത്വത്തെ ആഘോഷിക്കുന്നതായി മാറി. കുട്ടികളില്ലാത്ത ദാമ്പത്യം പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് മറ്റൊരു തീരുമാനം. ജോലിക്കിടയിലെ ഇടവേളകളിൽ ലൈംഗിക ബന്ധം ആവശ്യമാണെന്ന് പുടിൻ പറഞ്ഞതിനു പിന്നിലും ജനന നിരക്കിലെ കുറവ് തന്നെയാണ് കാരണം. 2036ഓടെ ജനന നിരക്കിലെ ഇടിവ് ഇല്ലാതാക്കുക എന്നതാണ് റഷ്യ ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി 2 ഘട്ടങ്ങളിലുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. 2030-നുള്ളിൽ ഒരു സ്ത്രീയിൽ നിന്നുള്ള ജനന നിരക്ക് 1.6 ആയി ഉയർത്തുക എന്നതാണ് ആദ്യപടി. 2036 ആകുമ്പോൾ അത് 1.8 എന്ന നിരക്കിലേക്കും ഉയരും. ജനന നിരക്ക് ഉയർത്താനുള്ള നീക്കങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. പണം നൽകി ഗർഭധാരണത്തിന് പ്രേരിപ്പിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം.